ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതായത് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ. അതായത് എന്തോ പുതിയ വെപ്പൺസും പുതിയ മോബ്സ് എല്ലാം വന്ന് ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ കളിക്കുന്നതാണ്. നിങ്ങൾക്കൂടെ പറഞ്ഞു തരാനല്ല, എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പുതിയ സ്കിൻ ഇട്ടിട്ടുണ്ട്. ജെനിക്സുവിൻ്റെ സ്കിന്നാണ്. ജെനിക്സ് വരാൻ നിങ്ങൾക്കറിയാം, തണ്ടർ ഗോഡ്. അപ്പോൾ തണ്ടർ ഗോഡ് നമ്മുടെ ചാനലിൻ്റെ പേരും തണ്ടർ എന്നാണ്. അതുകൊണ്ട് തണ്ടർ ഗോഡിൻ്റെ സ്കിന്നും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം രസമുണ്ട് സ്കിന്ന്. മാറ്റണമെങ്കിൽ വേറെ ജെനിക്സിൻ്റെ സ്കിന്നുണ്ട്, അതൊന്ന് വേറെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ വന്നേ നോക്കാം. പിന്നെ ആദ്യം സ്പിയറാണ് വന്നേക്കുന്നത്. സ്പിയർ ഇപ്പം വുഡൻ ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, നെതറൈറ്റ് ഉണ്ട്. അപ്പോൾ നെതറൈറ്റിൻ്റെ എടുക്കാം. പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, അത് ഇനിത്തൊട്ട് വരത്തില്ല. ഇനിത്തൊട്ട് വരത്തില്ല. സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, അത് ഇനി വരത്തില്ല. കാരണം അത് ഡിലീറ്റ് ആയിപ്പോയി, ആ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, ഇതെങ്ങനെ വർക്കാക്കാൻ നോക്കാം. കൈ പിടിച്ച നമ്മളെത്ര ഉണ്ട് കണ്ടോ, അതിന് നീളം കണ്ടോ, നമ്മളെത്രയുണ്ട് ആ സാധനം. നമ്മളെത്രയുണ്ട് കണ്ടോ, വളരെ വലുതാണ്. പക്ഷെ കൈ പിടിക്കുമ്പോൾ ഇത്രയും ഉണ്ടാവുമല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പെർസ്പെക്റ്റീവ് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് വെറുതെ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ഒരു ഇങ്ങനത്തെ ഒരു കൂൾ ഓഫ് ടൈമെല്ലാം ഉണ്ട്. നമുക്ക് സ്പാം ചെയ്ത് ക്ലിക്ക് ചെയ്താൽ സ്പാം ആവില്ല. ഓക്കെ, പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഈ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ എലൈറ്റർ ഇട്ട് ഇപ്പോൾ ഞാനിപ്പോൾ എലൈറ്റർ ഇട്ട്, പിന്നെ എന്തോ ഫയർ വർക്ക്സ് ഇല്ലേ, റോക്കറ്റ് ഫയർ വർക്ക്സ് കൈമ പിടിക്കുക കൊടുത്ത്. തേങ്ങ കിട്ടുന്നില്ല. ഓക്കെ, കിട്ടി. ഫയർ വർക്ക്സ് കിട്ടി. ഫയർ വർക്ക്സ് ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ പറന്ന് നല്ല സ്പീഡായില്ലേ. ഈ സ്പീഡിൽ നമ്മൾ ഈ സ്പിയർ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ആംഗിൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു മോബ് ഉണ്ടെങ്കിൽ ആ മോബിനെ കൊണ്ടുവച്ചാൽ ആ മോബ് ചത്തിട്ടുണ്ടാവും. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നമുക്ക് പറ്റുമെന്നറിയില്ല. ഞാൻ എൻ്റെ സ്കിൽസ് എല്ലാം മാക്സിമം ഇടുന്ന മൊബൈലും ഡീസ്പോണായി പോയി. ഇടുന്ന മൊബൈലും ഡീസ്പോണായി പോയി. അപ്പോൾ അവിടെ ഒരു ഫോക്സ് ഉണ്ട്, അതും കൂടെ ആ ഫോക്സിനെ നമുക്ക് കൊല്ലാം. ഓക്കെ, ഞാനത് ഭയങ്കര സ്പീഡിൽ വന്നിട്ടുണ്ട്. ആ ഫോക്സ് ഡീസ്പോണായി എന്ന് പറയരുത്. ഇല്ലല്ല, കൊണ്ടില്ല. അവിടെ ഈ ഐസ് ആയതുകൊണ്ട് തെന്നിപ്പോവും കൈസ്. അപ്പോൾ വർക്കാവില്ല. അതായത് ഐസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ലാൻഡ് ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ തെന്നി, ഇപ്പോൾ ഇവിടെ ഇല്ലേ ഞാനിങ്ങനെ തെന്നിപ്പോവും. അതുകൊണ്ട് ഈ ഐസിൽ ഇത് വർക്കാവില്ല എന്ന് തോന്നുന്നു. വർക്കാവും മീൻസ് നല്ല സ്കില്ല് വേണം. നമുക്കിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിനെ ഇച്ചിരി സ്കില്ല് കുറവുണ്ട്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നെവർ ഗിവ് അപ്പ്. നല്ല സ്പീഡിൽ വന്നിട്ടുണ്ട്. ആ വൂൾഫ് അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നോ, ഈ വൂൾഫിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് വേറെ വല്ല മോബും ഉണ്ടാകുമോ? അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട വരും. വേറെ വല്ല മോബ് ഉണ്ടോ അവിടെ? ഇതുവരെ ഒരു മോബ് പോലും ഇല്ല. ഷിറ്റ്, നമ്മൾ സ്പോണായത് ഒരു ഐസിൻ്റെ ഐസിൻ്റെ അടയാണ്. ഇവിടെ ഒരു മോബും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. അത് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇങ്ങനൊരു എൻജോയ്മെൻ്റ് ഉണ്ട് ഈ സ്പിയറിന്. എൻജോയ്മെൻ്റ് അല്ല, നമുക്ക് സോളിൽ ഇടുന്ന എല്ലാ എൻജോയ്മെൻറ്റും ഇതിനകത്ത് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്തായിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ലഞ്ചോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. ലഞ്ച് 3 വരെ ഉണ്ട്, 1 മുതൽ 3 വരെ. അപ്പോൾ 3 നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഞാൻ ഈ വേൾഡിൽ കമാൻഡ്സ് ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് കമാൻഡ്സ് അടിച്ചാൽ വരില്ല. അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യേണ്ട വരും. എന്നാലും നമുക്ക് ഇട്ട് നോക്കാം, വല്ല ടൈമൊന്നും വേണ്ടല്ലോ. ഓക്കെ, ഇട്ടു, ഇത്രയേ ഇല്ലൂ, സിമ്പിൾ സംഭവം കഴിഞ്ഞു. വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞു. ഇതാരും അറിഞ്ഞില്ല. ഓക്കെ, ഇതാണ് ലഞ്ച് എന്ന് പറഞ്ഞ സാധനം. ഈ സാധനം ഞാനിപ്പം
ഈ സ്പിയറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇവൻ ഭയങ്കര ആംഗ്രി ആയിട്ടാണ്. ഓക്കെ ഇതിന് കൊല്ലാൻ വന്നതാണ്. ഓക്കെ ഇവിടെ കുറേ മോബ്സിൽ സ്പോണായി തുടങ്ങി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇങ്ങോട്ട് ഡീസ്പോൺ ആവിടെ ആരോ മരയെല്ലാം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റില്ല. നോക്കിക്കോ ഇങ്ങനെ പോയിക്കാനായിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കാനായി ഇവനൊന്നും ആകത്തില്ല. അതാണ് പ്രശ്നം. പക്ഷെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ പോകും. ഇതാണ് ആ ലെഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു സംഭവമില്ലേ. ഞാനിപ്പോൾ എൻജോയ്മെൻറ്റ് ഇട്ടുകൊണ്ട് വെറുതെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇങ്ങനെ പോകും. നേരത്തെ ഇങ്ങനെ പോകില്ലായിരുന്നു. ഇതിങ്ങനെ നോക്കിയിട്ട് ഇവനെ നിൽക്കാനുണ്ടോ ഇവന് ഡാമേജ് പോവും. പക്ഷെ ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇത് OP അല്ല, കാരണം 2-3 ക്ലിക്കെല്ലാം അടിച്ചാലും അവൻ ചാകുന്നില്ല. കാരണം ഇത് മെയ്സ് നിങ്ങൾക്ക് വർക്കാവുന്ന അറിയാം. മെയ്സ് ചുമ്മാ ഇങ്ങനെ ഇട്ട് അടിച്ചാൽ, അതായത് ഞാൻ കാണിച്ചു തരാം. മെയ്സില്ലേ, അതായത് മെയ്സ് ഓർന്നു. മെയ്സ് ചുമ്മാ ഇങ്ങനെ ഇട്ട് അടിച്ചാൽ ഒരു പവർ ഉണ്ടാവില്ല. നോർമൽ ഒരു ഉടൻ സോഡ് വെച്ച് അടിക്കുന്ന പോലെ ഉണ്ടാവും, ഒരു പവർ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നല്ല ഹൈറ്റിൽ പോയിട്ട് ജമ്പ് ചെയ്തൊരു മോബിനെ അടിച്ചാൽ ഓവർ പവർ 1 ടാപ്പ് അടിച്ച് കൊല്ലാൻ പറ്റും ആ എനിമീനെ. അതിപ്പോൾ എത്ര വലിയ എനിമിയാണ്. ഇപ്പം എൻ്റെ ഡ്രൈനെ ഒരു 1 ടാപ്പ് അടിച്ച് കൊല്ലും. അങ്ങനെ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് ഇതും. നല്ല സ്പീഡിൽ വന്നിട്ട് ഏതെങ്കിലും മോബിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമാണ് ഇത് വർക്കാവുക. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. ഇപ്പം ഇത് വെച്ചിട്ട് മെയ്സ് വെച്ചിട്ട് അടിച്ചാൽ നിങ്ങളായി ഇപ്പോൾ ഇങ്ങനെ ചാവുന്നില്ല, 2 അടിയൊക്കെ ചത്തിട്ടില്ലോ. അതാ പറഞ്ഞ മെയ്സിൻ്റെ പവർ എന്ന് വെച്ചാൽ ഇങ്ങനെ പൊന്തി വന്നിട്ട് ഇങ്ങനെ അടിക്കുമോ, അതായത് തുള്ളി വന്ന് അടിക്കണം. ചെറിയ 2 ബ്ലോക്ക് ഹൈറ്റ് അല്ല, നല്ല ഹൈറ്റിൽ പോയിട്ട് ചാടി വന്ന് അടിച്ചാൽ എൻ്റെ ഡ്രാഗനെ വരെ കൊല്ലാനുള്ള പവറുണ്ട്. ഓക്കെ ജസ്റ്റ് പറഞ്ഞേലും. പിന്നെ നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ഇത് മോബ് എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയിൻസ് അല്ലാത്തതുകൊണ്ട് ഭയങ്കര പണിയാണ് ഇതിങ്ങനെ ചെയ്യാൻ. ഞാൻ ഫസ്റ്റ് ടൈമും കൂടിയാണ് ചെയ്യുന്നത്. ഒന്ന് മെല്ലെ പറന്നിട്ട് ഇത് വലിയൊരു എനിമി ഉണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് ആരും സ്പോണാവുന്നില്ലല്ലോ. ഡാമിറ്റ്, ആരും സ്പോണാവുന്നില്ല. ഇവിടെ ആരും സ്പോണാവുന്നില്ല. ഇത് കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ആരെങ്കിലും സ്പോണാവുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 1 ടാപ്പ് അടിച്ച് കൊല്ലാൻ പറ്റിയായിരുന്നു. അവിടെ ഒരുത്തൻ സ്പോൺ ആയിട്ടുണ്ട്. പക്ഷെ ഇവനെ കൊല്ലാൻ പറ്റുമോയെന്നാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ സ്ലൈഡ് ചെയ്ത് വന്ന് ഇവിടെ ഒരു എനിമി ഉണ്ടെങ്കിൽ ഞാൻ കൊല്ലായിരുന്നു. വെയിറ്റ് ഞാനിക്കൊരു ഐഡിയ കിട്ടി. നമ്മൾ സ്പോണാക്കി പോയിട്ട് കുറച്ച് കൗന് സ്പോൺ ചെയ്താൽ പോലെ. കേട്ടോ പണ്ടേ ബുദ്ധിശാലിയാണ്. എൻ്റെ മുന്നോ കൗവെല്ലാം എടുത്ത് മാറിപ്പോയി. എന്തായാലും ചിലപ്പോൾ ഹോസിന് 2 ടാപ്പ് അടിച്ചാലേ ചാവത്തുണ്ടായിരിക്കും, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ചാടി കൊണ്ടില്ല. ഇച്ചിരി സ്കിൽ കുഴപ്പമുണ്ട്. സ്കില്ലിൻ്റെ എല്ലാം കുഴപ്പമുണ്ട്. എനിക്ക് വലിയ സ്കില്ലൊന്നും ഇല്ല, നമുക്കറിയാമായിരിക്കും. കടാ ഒരു ഹോഴ്സിനെ ഞാൻ കൊന്നത്. ആ ഹോഴ്സിൻ്റെ XP ഇതാ കിടക്കുന്നത്. കടാ ലെതറും കിടക്കുന്ന കടാ. ഒരു ഹോഴ്സിനെ ഞാൻ സിമ്പിളായിട്ട് കൊന്നു. പക്ഷേ ഞാൻ മറിച്ചിതാവും വെറുതെ ലൈറ്റിൽ അടിച്ചിട്ട് ഇവിടെ വന്നാൽ ഇവർക്കൊന്നും ഡാമേജ് അടിക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ പറന്ന് വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, നല്ല സ്പീഡിൽ വന്നിങ്ങനെ ചെയ്യുമ്പം ആണിത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതാണ് സംഭവം വർക്കിങ്. ഒന്നുകൂടെ കാണിച്ചു തരാണെങ്കിൽ കുറച്ച് സ്പീഡ് അധികമായിപ്പോയി. കണ്ടോ അവിടെ ഇവൻ ചത്തില്ലേ? ഇവിടെ ഇവൻ ആരാ? ടെക്നോളജിടാ. അത് ഇച്ചിരി സ്പീഡ് പറഞ്ഞു പോയി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ ചാവും. സ്പീഡിൽ എത്ര സ്പീഡ് ഇരുന്നാൽ അത്രയും പവറാണ്. നമ്മളെ മെയ്സെല്ലാം മറക്കാവുന്ന പോലെ. കണ്ടാ 1 ടാപ്പ് ഇവൻ ചത്തതാ. അവൻ്റെ XP കിടക്കുന്ന, അവൻ്റെ ലെതർ കിടക്കുന്ന, അതാണ് പറഞ്ഞത്. വളരെ OP സാധനമാണ്. പക്ഷെ ഉപയോഗിക്കാൻ അറിയുന്നത് അതിൽ ഇരുന്നാൽ നല്ല പവർഫുൾ സാധനമാണ്. പിന്നെ വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഏർലി ഗെയിമിൽ വലിയ ഉപകാരം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ PvP അങ്ങനത്തെ സാധനങ്ങൾ കളിക്കുമ്പോൾ സെറ്റാണ്. പിന്നെ നിങ്ങൾ കുറേ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് റിയൽമി എന്ന് പറഞ്ഞ പ്ലെയർ, പുള്ളിക്കാരൻ ഇതുപോലെ ഈ സാധനം വെച്ചിട്ട് ഒരുപാട് പേരെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. മറ്റേ മാർലോയോ അങ്ങനെ എന്താ പറഞ്ഞ പ്ലെയേഴ്സിനെല്ലാം അടിച്ച് കൊല്ലുന്നുണ്ടായിന്. ഓക്കെ അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേലും. ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് വേറെ എന്തൊക്കെയാണ് ഒന്നേ നോക്കാം. അടുത്തായിട്ട് വേറെ വന്നത് എനിക്ക് തോന്നി ഒരു ക്യാമൽ ഹസ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നോർമൽ ക്യാമലും ഉണ്ട്, ക്യാമൽ ഹസ്കും ഉണ്ട്. ഓക്കെ കാണിച്ചാൽ സ്പോണ കൈ എടുത്തിട്ടുണ്ട്. ആ സ്പോൺ നിങ്ങൾക്ക് കൊടുത്തു.
വെച്ചു. ഞാൻ നിലത്തിട്ട മോണക്ക് കാണുന്നുമില്ല. എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നത്. ക്യാമലിയുടെ സ്പോണാവില്ലേ? ഓക്കെ. ഇതാണ് നോർമൽ ക്യാമലി. ക്യാമൽ ഹസ്ക് എന്ന് പറഞ്ഞൊരു മോബ് വന്നിട്ടുണ്ട്. ഇത് ഈ അപ്ഡേറ്റിൽ വന്നതാണ്. ഇതാണ് ക്യാമൽ ഹസ്ക് എന്ന് പറഞ്ഞ സാധനം. അതായത് അത് ക്യാമൽ, ഇത് ക്യാമൽ ഹസ്ക്. അത് ക്യാമൽ തന്നെ, പക്ഷേ ഒരു ബ്ലാക്കും പിന്നെ കുറച്ച് വിയേർഡായിട്ടിരിക്കുന്ന സംഭവമാണ്. കാരണം അതിൻ്റെ എല്ലെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല, സർവൈവലായാലും നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല. നമുക്കിന്നെ മേലെ റൈഡിങ് ചെയ്യാൻ പറ്റും. കണ്ടാ സാഡ് വെച്ചിട്ടുണ്ടെങ്കിൽ സാഡിലും വെക്കാൻ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതൊക്കെയാണ്. പക്ഷേ സാധാ ക്യാമറ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചൊരു സ്കിന്ന് വ്യത്യാസം. ഇതിൽ വലിയ ഉപകാരം ഉണ്ടോ എന്നൊക്കെ അറിയില്ല, അതൊന്നും എനിക്കറിയില്ല. പിന്നെ വേറൊരു സാധനം വന്നിട്ടുണ്ട്. ഇത് നോർമൽ സ്കെൽട്ടൻ അല്ലേ? സ്കെൽട്ടൻ പോലത്തെ സാധനം വന്നിട്ടുണ്ട്. ഇത് പാൻക്രിയാസോ അങ്ങനെ എന്താ പറയുക സാധനം, ഇത് പാൻസർ അങ്ങനെ എന്താ പറയുക സാധനം കാണിച്ചു തരാം. അത് നോക്കിയിട്ടില്ല ഇതുവരെ. ഈ ഹസ്കിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ആദ്യം തന്നെ, പറിച്ചെടുന്നായിട്ട് അതിൻ്റെ പേര്. ഇതുപോലത്തെ സ്കെൽട്ടൻ. ഇതിന് ഡെസേർട്ടിലെ സ്പോണാകുന്നത്. ആ ഹസ്കും ഡെസേർട്ടിലെ സ്പോണാകുന്നത്. ഇതും ഡെസേർട്ടിലാണ്. അപ്പം ഡെസേർട്ടിൽ ഇനി സാൻഡ് മൈൻ ചെയ്യാൻ പോകുമ്പോൾ ഇവനെല്ലാം അവിടെ ഉണ്ടാവും. ഇവൻ നമ്മളെ ആക്രമിക്കാനും ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, കണ്ടാൽ കൊല്ലും. ഇത് കാര്യം കൊല്ലല്ല, ആക്രമിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് വേറെ ഒന്ന് വന്നേ നോക്കണം. പക്ഷേ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ആവശ്യമുള്ള വെള്ളമില്ല. വെള്ളം നമുക്ക് ഇവിടെ ഇട്ട് ടെസ്റ്റ് ചെയ്യാം. ഒരു ഫിഷാണോ വെച്ചാൽ ഫിഷ് തന്നെ അത്. പക്ഷേ നോർമലായിട്ടുള്ള ഫിഷല്ല, ഒരു കിടിലൻ ഫിഷാണത്. ഫിഷാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ലേ. ഇതാണ് സാധനം. ഒരു ഇതും കൂടി എടുക്കാം. ഒരു സാധനം കൂടി ഉണ്ട്, സാഡിൽ എടുക്കണം. സാഡിൽ ഓക്കെ. പിന്നെ ഈ സാധനത്തിന് നമുക്ക് സ്പോൺ ചെയ്യാം. ഇതാണ് അതിൻ്റെ പേര്, ഞട്ടിൽസോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. ഇതാണ് ആ സാധനം. കണ്ടോ, നമുക്ക് ഇവിടെ സ്പോൺ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചിന് ചാവും കുറച്ചിനെ ചാവും. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു സാധനമാണ് ഇത്. ഒരു ഒച്ചെല്ലാം പോലത്തെ, ഷെല്ലിൽ ഒച്ചെല്ലാം പോലത്തെ, പക്ഷേ ഇത് ഒച്ചല്ല. ഞട്ടിൽസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഉണ്ടെന്ന് തോന്നി ഈ സാധനം. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ തന്നെ സോംബി വെർഷൻ ഉണ്ട്. സോംബി വെർഷൻ ഇതാണ് കാണാൻ, ഇങ്ങനത്തെ ഒരു സംഭവമാണ്. എൻ്റെ കണ്ണെല്ലാം നോക്കി എൻ്റെ മോനെ സോംബി വെർഷനിൽ കാണാൻ എന്തോ ഉണ്ട് വിയേർഡായിട്ട്. പക്ഷേ അതിനകത്ത് സെറ്റ്, പക്ഷേ അതിനകത്ത് ഫുള്ള് വൈറ്റ് കളർ കണ്ടോ. ഓക്കെ, അതിനകത്ത് രണ്ടിൽ നമുക്ക് കയറി ഇരുന്ന് ഇതാക്കാൻ പറ്റും, സൈഡിലിടാൻ പറ്റും. പക്ഷേ നമുക്ക് ഈറ്റിങ്ങൾക്ക് നമ്മൾ ഫ്രണ്ട്സ് ആക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പഫർ. ഓക്കെ, കണ്ടോ ഈ പഫർ ഫിഷ് ഇല്ലേ, പഫർ ഫിഷിനെ. ഓക്കെ, ഞാൻ പേടിച്ചു പോയി. കണ്ടോ ഈ പഫർ ഫിഷ്, ഇത് സോംബിഫൈഡിനെ നമുക്ക് ഫ്രണ്ട്സ് ആക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ അവൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇവനെ നീക്കാൻ കഴിയില്ല, കാരണം എൻ്റെ കയ്യിൽ സാഡിലില്ല. പക്ഷെ നമ്മൾ ഈ സാധനം സാഡിൽ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ഇവനെ ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ നീങ്ങേണ്ടതാണല്ലോ. ഓക്കെ, നീന്തി. പിന്നെ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ ബ്രീത്തിങ് കിട്ടും. ഇൻഫിനിറ്റി വാട്ടർ ബ്രീത്തിങ് നല്ല സ്പീഡും ഉണ്ട്. ഇത് സോംബിഫൈഡിലായാലും മറ്റേലായാലും ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മറ്റേലും കയറി നോക്കാം. ഇത് സോംബിഫൈഡിലാണ് ഞാനിപ്പോൾ കയറിയത്. സോംബിഫൈഡിലും നല്ല വൃത്തിക്ക് വർക്കായി. ഇനി മറ്റേലും വർക്കായാൽ മതിയായിരുന്നു. ഓക്കെ, വർക്കാവുമായിരിക്കും. അയ്യോ, മറ്റേലും വർക്കാവും. ഞാൻ കണ്ടത് ശരിയാണെങ്കിൽ വർക്കാവും. അത് പറന്നും പോയി. നമുക്ക് ചെറുതും ഉണ്ടോ? ഇത് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ? ബ്രീഡ് ചെയ്യാനും പഫിക്കിനും ആണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇവിടെ എന്താ ഇപ്പോൾ ചെറുത് സ്പോണാവുന്നേ. ഓക്കെ, വലുത്. ഓക്കെ, ഇനി നമുക്ക് പഫർ ഫിഷ് കൊടുക്കാം. ഇനി കമോൺ ബൈ. എൻ്റെ സാഡിലില്ല. സൈഡിലെടുക്കണം. പിന്നെ ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനവും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. കിട്ടുന്ന സാധനമാണ് ഞട്ടിൽസിൻ്റെ തന്നെ ആർമർ. കണ്ടോ, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, നെതറൈറ്റ് ഉണ്ട്. നെതറൈറ്റ് തന്നെ നമുക്ക് എടുക്കാം, കുറച്ച് പ്രൊട്ടക്ഷൻ ആവട്ടെ. പിന്നെ നമുക്ക് കുറച്ച് സാഡിൽ കുറച്ചേരം ഒന്ന് മതി. അവൻ ചത്ത് എന്ന് തോന്നുന്നു. ഓക്കെ, ഇവനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവന് നമുക്ക് പഫർ ഫിഷിനെ മുഴുങ്ങാൻ കൊടുക്കാം. മുങ്ങിക്കോ ഒക്കെ നമ്മളെ ഫ്രണ്ട്സ് ആക്കി നമുക്ക് ഈ ആർമർ ഇട്ട് കൊടുക്കാൻ പറ്റും, ഇതും ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ ഇവൻ്റെ ലുക്ക് ഉണ്ടോ, ഇതുപോലെയാണ് ഇവൻ്റെ ലുക്ക് ഉണ്ടാവുക.
അയ്യോ ഇവൻ ചത്ത് ഓരോ ചത്ത്. ബ്രോ ഹബീബി കം ടു ദുബായ്. ഇവൻ ചത്ത് ബ്രോ. സോറി ബ്രോ, സോറി മോനെ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇട്ടെടുക്കാം, ഷേഡ് ഇട്ടെടുക്കാം. ഇനി വെള്ളത്തിലിറക്കി കഴിഞ്ഞാൽ വേറെ കണ്ടാ, നേരത്തെ നമ്മൾ സോംബിയിൽ ചെയ്ത പോലെ തന്നെ സോംബിക്ക് ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, വല്ല പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പിന്നെ നമുക്കിതാ സ്പേസ് നമുക്ക് അമർത്തി പിടിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒരു സ്പെഷ്യൽ ഡാഷ് പോലത്തെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ തെറിച്ച് പോകാൻ പറ്റും. നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ ബ്രീത്തിങ് ആണെങ്കിൽ നമുക്ക് വെള്ളത്തിനടിയിലെല്ലാം നല്ലവണ്ണം എക്സ്പ്ലോറെല്ലാം ചെയ്യാൻ പറ്റും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ വെള്ളത്തിനടിയിലെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധനം. നമുക്കിങ്ങനെ കരയിലും കൊണ്ടുവരാൻ പറ്റും. കരയിൽ അത്ര സ്ലോ ആണ്, പക്ഷേ വെള്ളത്തിൽ ഇത് ഗോഡാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിരിക്കുന്നു. പിന്നെ ഗെയിമിലേക്ക് ഓടി ആഡ് ചെയ്ത് വേറൊരു സാധനം കൂടി ഉണ്ട്, വലിയ ഉപകാരമൊന്നുമില്ല, പക്ഷേ കാണിച്ചു തരാം. സോംബി ഹോഴ്സും കൂടെ ഗെയിമിൽ ആഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ അപ്ഡേറ്റ് വരെ സാധാ ഹോഴ്സ് മാത്രം ഉണ്ടായിട്ടില്ല, ഇപ്പോൾ സോംബി ഹോഴ്സും വന്നിട്ടുണ്ട്. അത് സോംബി ഹോഴ്സ് ശരിക്കും പറഞ്ഞാൽ നല്ല ക്രീപ്പി കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഉള്ളത്, വേറൊന്നും പ്രത്യേകിച്ചില്ല. ഓക്കെ, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ അപ്ഡേറ്റിൽ. ഇതൊക്കെയാണ് ഇല്ലെന്ന് തോന്നി, ആളും കൂടെ ചെക്ക് ചെയ്യട്ടെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സിങ് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നും മിസ്സിങ് ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇത്രയേ ഇല്ല സാധനങ്ങൾ. ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇതൊക്കെ, അതായത് വളരെ ചെറിയ അപ്ഡേറ്റ് ആണ്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എല്ലാം വരുമ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ വന്ന് ഞാൻ തണ്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം മര്യാദക്ക് സബ്സ്ക്രൈബ് ചെയ്തോളണം. ഓക്കെ, ബൈ, ഖത്തം ഹോ ഗൈ.